എന്റെ മോൻ ഇനി ബാധിക്കണ്ട. ഈ വാക്ക് തെറ്റിച്ച എന്റെ കൈക്ക് മുകളിൽ ഇപ്പൊ വച്ച കൈ ഞാൻ വെട്ടിയെടുക്കും. അഹങ്കാരികളെ പറഞ്ഞു വിട്ടിട്ട് പുതിയ നിയമനം നടത്താനാ തീരുമാനം. പിന്നെ ഞങ്ങളെ പറഞ്ഞു വിട്ട പുതിയ ആൾക്കാരെ ഇപ്പൊ തന്നെ വരും. ഭക്ഷണം ഉണ്ടാക്കി അലക്കി തുടച്ചാ മാത്രം പോരല്ലോ, അടി കൊള്ളണം, പച്ചമുളക് തിന്നണം. അതൊക്കെ പിന്നെയും സഹിക്കാം. തന്റെ ശല്യം കൂടി സഹിക്കണ്ടേ? അപ്പൊ കൊറേ പേര് വരും. നീ ഇതുവരെ പോയില്ലേ? ഞാൻ പോകാൻ തുടങ്ങുമായിരുന്നു. പിന്നെന്താ ഇവിടെ? ഇവനോട് യാത്ര പറയാൻ വന്നതാണോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രാത്രി ഇവിടെ കയറി ഇറങ്ങി നടക്കരുതെന്ന്. പോ. നിന്നോട് എനിക്കൊന്നും പറയാനില്ല. എടാ, മനുഷ്യനായാൽ നാണം വേണം. അതില്ലെങ്കിൽ ഉള്ളതായിട്ട് അഭിനയിക്കെങ്കിലും വേണം. അത് പോട്ടെ. ഞാനിപ്പോ വന്നത് നിന്നോട് വേറൊരു കാര്യം ചോദിക്കാനാ. സത്യം മാത്രം പറയണം. നീ ഈ ഇടയ്ക്ക് കോടതിയിൽ പോയായിരുന്നോ? ആർക്കെങ്കിലും വേണ്ടി വാദിക്കാനോ ജാമ്യമെടുക്കാനോ മറ്റോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സത്യം മാത്രം പറയണം. പോയിരുന്നോ? ഇല്ല, സത്യമായിട്ട് ഞാൻ പോയിട്ടില്ല. ഒരു ശിവദാസനെ നിനക്കറിയോ? അന്ന് അമ്പലത്തിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയ ശിവദാസൻ. എനിക്കറിയില്ല. അയാളെ അന്നാ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നത്. ഞാൻ കോടതി പോയിട്ട് കുറെ കാലമായെന്ന് അമ്മയ്ക്ക് അറിയാലോ. പഠിച്ച് നീ LLB എടുക്കണോന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചു. കാശ് മുടക്കി നിന്നെ പഠിപ്പിച്ചു, പ്രാക്ടീസിന് വിട്ടു. വക്കീൽ വേഷമണിഞ്ഞ് നീ പോയത് കുറെ അപ്പാവിയായ ആളുകളുടെ അടുത്തേക്കാ. അവരുടെ പ്രശ്നങ്ങൾ കേസാക്കി നിന്റെ കഴിവുകൊണ്ട് ആ കേസിലൊക്കെ വിജയിച്ച് നീ പാവങ്ങളെ രക്ഷിച്ചുകൊണ്ട് നടന്നു. മോൻ മിടുക്കൻ വക്കീലാണെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോ ഒരമ്മയുടെ അഭിമാനമല്ല എനിക്ക് തോന്നിയത്. പാവത്തുങ്ങളെ സഹായിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഫീസ് ഒന്നും വാങ്ങാതെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു മോൻ എനിക്കുണ്ടായി പോയല്ലോ എന്നുള്ള മനസ്താപമാ. എന്റെ കണക്ക് പുസ്തകത്തിൽ ഞാൻ എഴുതി വച്ചിട്ടുണ്ട് നിന്നെ പഠിപ്പിക്കാൻ ഞാൻ ചിലവാക്കിയ കാശിന്റെ കണക്ക്. ആ ചിലവായ കാശ് 1 രൂപ പോലും തിരികെ ഈ കുടുംബത്തിലേക്ക് എത്തില്ല എന്ന് മനസ്സിലാക്കിയ ദിവസം നീ ഒരു വാക്ക് തന്നായിരുന്നു. ഓർത്തു നോക്ക്. ഇനി മേലിൽ വക്കീൽ കുപ്പായം നീ എടുത്ത് അണിയരുത്. ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം നിന്റെ പരസഹായം. ഒരു വക്കീല് പൊതുപ്രവർത്തകനായാൽ അത് വലിയ കുഴപ്പോ. എന്റെ മോൻ ഇനി ബാധിക്കണ്ട. ഈ വാക്ക് തെറ്റിച്ച എന്റെ കൈക്ക് മുകളിൽ ഇപ്പൊ വച്ച കൈ ഞാൻ വെട്ടിയെടുക്കും.
ഇനി വക്കീൽ കോട്ട് ഇടില്ലെന്നും കോടതിയിൽ പോകില്ലെന്നും എനിക്ക് തന്ന വാക്ക് നീ തെറ്റിച്ചോ എന്നറിയണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുമായിരുന്നു. പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞു, "ഹ, നീ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യത്തിൽ ഇടപെടുന്നു എന്ന്." കാര്യം എന്താണെന്ന് അയാള് പറഞ്ഞില്ല. എനിക്കറിയൂല. അതെന്തായാലും അതങ്ങ് നിർത്തിക്കൊള്ളണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിട്ട് എന്റെ ഇളയ മകൻ അകാലത്തിൽ പൊലിഞ്ഞു പോവരുത്. ഹാ. അമ്മേ, അടുത്ത ആഴ്ചയാ തമ്പ്രാന്റെയും തമ്പ്രാട്ടിയുടെയും 1-ാം ചരമവാർഷികം. ആദ്യത്തെ ബലിയല്ലേ, അത് ചെയ്യണ്ടേ അമ്മ? അവർക്ക് നമ്മൾ അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ അവരുടെ ആത്മാവ് നമ്മളെ ശപിക്കും. അത്രയ്ക്ക് ഉപകാരം അവരെ കൊണ്ട് നമുക്കുണ്ടായിട്ടുണ്ട്. അതൊന്നും മറക്കാൻ പറ്റുന്നതല്ലല്ലോ. മഹിയും കൂട്ടി എവിടെയെങ്കിലും പോയി കർമ്മം ചെയ്യാം. ആ ശാപമെങ്കിലും നമുക്ക് കുറഞ്ഞിരിക്കട്ടെ. വാങ്ങിക്കൊള്ളുക. തുറന്നു നോക്കിക്കൊള്ളൂ.